नमस्ते, सबको स्वागत. ഇന്ന് നമ്മൾ പുതിയൊരു ബുക്കാണ് നമ്മൾ നോക്കുന്നത്. ഉപന്യാസ് നോവൽ. മമത കാലി എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. സപ്നം കി ഹോം ഡെലിവറി എന്നാണ് നോവലിൻ്റെ പേര്. മമത കാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് 1940. അതുപോലെ തന്നെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇടത്തരം അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ അവരനുഭവിക്കുന്ന ശ്വാസം മുട്ടലുകൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം അവരുടെ കഥാസാഹിത്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മമത കാലിയയുടെ രചനയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളായിട്ട് വരുന്നത് രുചി, അതുപോലെ തന്നെ സർവേശ്, 2 പേരാണിതിൽ വരുന്നത്. രുചി ശർമ്മ, അതുപോലെ സർവേശ്, 2 പേരാണ് വരുന്നത്. 40-50 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പോൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 2 പേരും വിവാഹം കഴിച്ച് കഴിഞ്ഞതാണ്. ഓരോ മക്കളുണ്ട്. എങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകളാണ് അതിൽ പറയുന്നത്. ममता कालिया നോക്കാം. ममता कालिया का जन्म उत्तर प्रदेश के वृंदावन में सन 1940 में हुआ था. 1940 ममता कालिया ജനിച്ചത്. उनकी शिक्षा नागपुर, मुंबई, पुणे, इंदौर तथा दिल्ली में संपन्न हुई थी. വിദ്യാഭ്യാസം നാഗപ്പൂർ, അതുപോലെ ബോംബെ, പൂനെ, ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതുപോലെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. MA अंग्रेजी में प्राप्त होने के बाद वे आजीवन रचना कार्य में लगी रही. MA ഇംഗ്ലീഷിൽ MA നേടിയതിന് ശേഷം അവർ മുഴുവൻ സമയം രചനാകാര്യങ്ങളിലാണ് മുഴുകിയിരുന്നത്. സാഹിത്യരചനയിൽ മുഴുകിയിരുന്നു. उनके पति बी രവീന്ദ്ര കാലിയ പ്രസിദ്ധ സാഹിത്യകാർ ഹെ. മമത കാലിയയുടെ ഭർത്താവ് അദ്ദേഹം രവീന്ദ്ര കാലിയ, അദ്ദേഹം നല്ല പ്രസിദ്ധനായിട്ടുള്ളൊരു സാഹിത്യകാരനായിരുന്നു. മമതാജി 200 से अधिक कहानियाँ और 1 दर्जन से अधिक उपन्यास भी रची हुई है. മമത കാലിയ 200-ലധികം കഥകളും അതുപോലെ തന്നെ 1 ഡസനിലധികം നോവലുകളും അവർ എഴുതിയിട്ടുണ്ട്. നാടക, നിബന്ധ, പത്രകാരിത का निर्वाह भी उन्होंने किया है. അതുപോലെ തന്നെ നാടകം, എസ്സേകൾ, അതുപോലെ ജേർണലിസം, പത്രപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് കഥാസമാഹാരങ്ങളാണ് ചുട്കാര, സീറ്റ് നച്ച്, ഉസ്കാ യൗവൻ, പ്രതിദിൻ, നിർമോഹി, 25 साल की लड़की. ഈ പ്രമുഖ കഥാസംഗ്രഹം. ഇത് പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ്. അതുപോലെ തന്നെ കുറച്ച് നോവലുകളുണ്ട്. ബേഘർ, നരക് ദർദ് നരക്, പ്രേം കഹാനി, ലഡ്കിയ, ദൗഡ്, അന്ധേരെ, ये अंधेरे का ताला, सपनों की होम डिलीवरी ആദി പ്രമുഖ ഉപന്യാസ്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട നോവലുകളാണ് അവരുടെ. समाज में साधारिक्त जीवन बिताने के लिए अभिशप्त मध्य वर्ग के संद्रास और घुटन का भावात्मक अंगन उनके कथा साहित्य में पाया जाता है. നമ്മുടെ സമൂഹത്തിൽ എല്ലായ്പ്പോഴും അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തരം വർഗത്തിൽപ്പെട്ട അഭിശപ്തരായിട്ടുള്ള ആളുകളുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന വീർപ്പൂട്ടലുകൾ ഇതെല്ലാം വളരെ ഭാവാത്മകമായിട്ട് ചിത്രീകരിക്കാനായിട്ട് മമത കാലിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. उसका बुरा असर विशेषकर स्त्रियों पर होता है. അപ്പോൾ അതിൻ്റെ എല്ലാം സ്വാധീനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതെല്ലാം നേരിടേണ്ടി വരുന്നത്. उन्हीं पर ममता जी की पैनी दृष्टि अधिक दर केंद्रित नजर आती है.
അപ്പം അങ്ങനെയുള്ളവരുടെ നേരെ മമതാജി വളരെ അവരുടെ ദൃഷ്ടി അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കഥാരചനയിൽ കാണാനായിട്ട് സാധിക്കുക. विद्यमान साहचर्य को व्याख्यायित कर वे एक नूतन जीवन साहचर्य की ओर इशारा करते हैं. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യത്തെ നമ്മൾ ഒന്നും കൂടി വിപുലമാക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് വഴി കാട്ടുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് ചൂണ്ടിക്കാട്ടുകയാണ് നമ്മുടെ ഈ രചന ചെയ്യുന്നത്. ഇതിൽ സപ്നം കി ഹോം ഡെലിവറി എന്ന് പറയുന്നതിൽ പ്രഥം വിവാഹമേ असफल होकर भागे आए 25 साल का नायक और 40 साल की नायिका अंत में सहजीवन में बांधते अपने अपने स्वत्व को परिलक्षित करने वाले नूतन सामाजिक व्यवस्था की परिकल्पना प्रस्तुत करने वाला उपन्यास है. അപ്പോൾ നമ്മുടെ സപ്നം കി ഹോം ഡെലിവറി എന്ന് പറയുന്നതിൽ ഇതിലെ നായകനും നായികയും ഓരോ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ ജീവിതത്തിൽ നിന്ന് അവർ മോചനം നേടി ആ ജീവിതം അവിടെ പരാജയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒരു മാറ്റം, അതല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവർ പരസ്പരം വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ നായക എന്ന് പറയുന്നത് സർവേശാണ്, നായിക രുചി ശർമ്മ. അവർ രണ്ടുപേരും പരസ്പരം ഒന്നിക്കാനായിട്ട് അവിടെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മാതൃത്വ സ്ഥായി ഭാവം മാതാക്കോ മാലും ഹേ, ഇവിടെ അമ്മ എന്നുള്ളൊരു അമ്മയാണ് രുചി ശർമ്മ. അപ്പോൾ അവരുടേതായിട്ടുള്ള അനുഭവം ഇതിൽ പറയുന്നുണ്ട്. ये दोनों സർവതന്ത്ര സ്വതന്ത്ര ബൻ ജുട്കർ ജീവൻ ബിതാനെ ലഗ്തേ ഹെ. അവർ എല്ലാം എന്താ പറയുക, സർവസ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോവൽ, അതായത് സാമാജിക് യഥാർത്ഥ ബോധക്കോ ഈ ഉപന്യാസ് ഉജാഗർ കർത്താ ഹെ. സാമൂഹികമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തെയാണ് ഈ നോവലിൽ ഇവിടെ മമതാ കാലിയ വരച്ച് കാണിക്കുന്നത്. നമുക്ക് നോവലിലേക്ക് പോകാം. സപ്നം കി ഹോം ഡെലിവറി എന്നാണ് നോവലിൻ്റെ പേര്. നോവല് കുറച്ച് വലുതാണ്, നമുക്ക് നോൺ ഡീറ്റെയിലാണത്, ഡീറ്റെയിൽ സ്റ്റഡി അല്ല. അതുകൊണ്ട് അതിൻ്റെ സമ്മറിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ സാരാംശം അതാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാരാംശത്തിൽ നമ്മൾ പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അവർ രണ്ടുപേരും, ഒരാൾ ജേർണലിസത്തിൻ്റെ മേഖലയിലാണെങ്കിൽ ഒരാൾ പാചകകലയുടെ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് രുചി ശർമ്മയൊക്കെ. അപ്പോൾ അവരുടെ രണ്ട് കൂട്ടരുടെയും ജീവിതത്തെക്കുറിച്ചാണ് അതിൽ വരച്ച് കാണിക്കുന്നത്. നോക്കാം. സമകാലീൻ ഹിന്ദി महिला लेखिकाओं में ശ്രീമതി മമതാ കാലിയ का विशिष्ट स्थान है. അത് നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീ ലേഖികമാരിൽ ശ്രീമതി മമതാ കാലിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. उनकी रचनाओं में मध्यवर्गीय जीवन की खासकर नारी जीवन की समस्याओं को दिखाया गया है. അപ്പോൾ അവരുടെ രചനകളിൽ ഇടത്തരം വിഭാഗത്തിൻ്റെ അവരുടെ ജീവിതം, ഇടത്തരം ആളുകളുടെ, മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് അതിൽ കാണാനായിട്ട് പോകുന്നത്. സപ്നം കി ഹോം ഡെലിവറി ഉൻകാ പ്രസിദ്ധ ഉപന്യാസ് है जो नए ज़माने के बदलते रिश्तों को केंद्र में रखकर लिखा गया है. സപ്നം കി ഹോം ഡെലിവറി, സ്വപ്നങ്ങളിലെ ഹോം ഡെലിവറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ്. അതിൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ടാണ് അവരത് എഴുതിയിരിക്കുന്നത്. 40 साल की रुचि शर्मा और 25 साल का सर्वेश नारंग इस उपन्यास के प्रमुख मुख्य पात्र हैं. ഇപ്പോൾ 40 വയസ്സുള്ള രുചി ശർമ്മ, അതുപോലെ തന്നെ 50 വയസ്സുള്ള സർവേഷ് നാരംഗ്, ഇവർ രണ്ടുപേരാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. ഇതുകൂടാതെ കുറച്ച് കഥാപാത്രങ്ങൾ കൂടിയും വരുന്നുണ്ട്, അവരുടെ ഫാമിലി വരുന്നുണ്ട്. രുചി ശർമ്മയ്ക്ക് പ്രസിദ്ധ പാക് കല വിശേഷജ്ഞ ഹെ. രുചി ശർമ്മ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാചക വിദഗ്ധയാണെന്ന് പറയാം, പാചക കലയുടെ സ്പെഷ്യലിസ്റ്റാണ്. दो लोकप्रिय टीवी चैनलों पर उसके अनेक कार्यक्रम आते हैं. രണ്ട് ഫേമസ് ആയിട്ടുള്ള ടി വി ചാനലുകളിൽ അവരുടെ അനേകം പ്രോഗ്രാംസ് വരുന്നുണ്ട്. കാ ചാനൽ മേ സുരുചി
तथा माँ चैनल पर स्वाद नाम से 2 लोकप्रिय कार्यक्रम रुचि के नेतृत्व में चलाए जाते हैं. ഇപ്പോൾ 2 ചാനലാണുള്ളത്. ഒന്ന് കാ എന്ന് പറയുന്ന ചാനൽ, അതിൽ സുരുചി എന്ന പേരിലും മാ എന്ന് പറയുന്ന ചാനലിൽ സ്വാദ് എന്ന പേരിലും 2 പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ രുചിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 TV ചാനലിൽ പരിപാടി നടക്കും. ഒന്ന് ഒരു ചാനലിൽ സുരുചി എന്ന പേരിലാണെങ്കിൽ മറ്റേ ചാനലിൽ സ്വാദ് എന്ന പേരിലാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. രുചിയുടെ നേതൃത്വത്തിലാണ്, രുചി ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. കാ ചാനൽ കാ ഉസ്കാ സഹായക് കുർബാൻ അലി और माँ का വീരേന്ദ്ര സിംഗ് था. കാ ചാനലിൻ്റെ രുചി ശർമ്മയ്ക്ക് സഹായകനായിട്ടുള്ളത്, ഹെൽപ്പറായിട്ട് വരുന്നത് കുർബാൻ അലിയാണ്. മാ ചാനൽ, അതായത് സ്വാദ് എന്ന് പറയുന്ന ചാനലിൽ അവിടെ രുചി ശർമ്മയ്ക്ക് സഹായിയായിട്ട് വരുന്നത് വീരേന്ദ്ര സിംഗ് ആണ്. അപ്പോൾ 2 ചാനലിലും ഓരോ സഹായികൾ അവർക്കുണ്ട്. रुचि शर्मा एक अंतर्राष्ट्रीय ख्याति प्राप्त व्यंजन रानी होने के कारण अनेक प्रशंसकों एवं प्रशंसिकाओं के पत्र भी आते रहते थे. രുചി ശർമ്മ വളരെ എന്താ പറയുക, ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഫേമസ് ആയതുകൊണ്ട് വ്യഞ്ജൻ റാണി ഹോനയ്ക്ക് കാരണം, അതായത് പാചകവിധിയുടെ റാണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശംസകരുടെ, അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ ലെറ്റർ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻമേ ഏക് കോ കാര്യക്രമേ ആമന്ത്രിത് കിയാ ജാതാ താ. ഇതിൽ ഒരാളെനെ പ്രോഗ്രാമിലേക്ക് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐസേ ഹി ഏക് ആമന്ത്രിത് ആയോജൻ മേ സർവീസ് നാരംഗ് കോ ബുലായ ഗയാ താ. അപ്പോൾ അങ്ങനെ പരിപാടിയിൽ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിൽ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത ആ പരിപാടിയിൽ സർവേശ് നാരംഗിനെയാണ് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരിപാടിയിൽ വിളിച്ചത് സർവേശ് നാരംഗിനെയായിരുന്നു. വാസ്തവമേ വഹ് രുചിക്ക് പാകകലാ കാ ആലോചക് താ. വാസ്തവത്തിൽ നമ്മുടെ രുചി ശർമ്മയുടെ പാചകകലയുടെ വിമർശകനായിരുന്നു സർവേശ് നാരംഗ്, ആലോചക്. उसने पहली बार रुचि की व्यंजन विधि पर प्रश्न चिन्ह लिखाया था. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം തന്നെ രുചി ശർമ്മയുടെ ആ പാചകവിധിയിൽ ചോദ്യചിഹ്നമായിട്ടുള്ള ഒരാളാണ്, അതായത് വിമർശിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഉസ്നെ രുചി കെ ദലിയാബരി आलू टिकिया व्यंजन की आलोचना की और कहा कि उसके माम को यह व्यंजन खाकर वायु और बदहजमी का दौरा पड़ गया था. അപ്പോൾ രുചി ശർമ്മയുടെ പാചകകലയെ വിമർശിച്ചിരുന്ന ഒരാളാണ്, അദ്ദേഹത്തെയാണ് ഈ പ്രാവശ്യം പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ രുചി ശർമ്മ ഉണ്ടാക്കിയ ദലിയാബരു ആലു ടിക്കിയ എന്ന് പറയുന്ന ഒരു പാചകവിധി, അതിനെക്കുറിച്ച് അയാളെ വിമർശിച്ചിരുന്നു. അതുമാത്രമല്ല, അയാൾ ചെയ്തൊരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ അമ്മ ഈ പാചകവിധി അല്ലെങ്കിൽ ഈ ഫുഡ് കഴിച്ചിട്ട് അവർക്കത് ദഹിക്കാത്ത അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. വായുർ ബദ് ഹജമി, ദഹിക്കാത്ത പ്രശ്നം, കീ ദൗരപ്പെടുകയാത്ത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അമ്മയ്ക്കുണ്ടായി എന്ന് പറയുന്നത്. രുചിക്ക് ആലു ടിക്കി മേ കുച്ച് ബദലാവ് ലാക്കർ സർവേശിനെ സുധരേപ്പൻ സെ വ്യഞ്ജൻ വിധി പേശ് കി. ഇപ്പോൾ ഈ ദലിയാബരി ആലു ടിക്കി എന്ന് പറയുന്ന റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. റവ നിറച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചേരുവയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് വയറിന് പ്രശ്നമായി. അങ്ങനെ വന്നപ്പോൾ രുചി ശർമ്മ ഉണ്ടാക്കിയ ഈ ആലു ടിക്കി അതിൽ കുച്ച് ബദലാവിലാക്കർ, കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് സർവേശ് സുധരേ പെൻസ് വളരെ നീറ്റായിട്ട് വ്യഞ്ജൻ വിധി പേശ്, ഒരു പാചകവിധി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആദ്യ ഗണ്ടയ്ക്ക് അന്തർ ഉസ്നെ 2 വ്യഞ്ജൻ തയ്യാർ കിയെ. അങ്ങനെ അദ്ദേഹം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 2 ചേരുവകൾ, 2 റെസിപ്പി അദ്ദേഹം അവിടെ തയ്യാറാക്കി എന്ന് പറയുന്നത്. सबको उनका कार्यक्रम रोचक रहा और उनकी प्रस्तुति भी शानदार लगी थी. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാം
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവതരണ രീതി വളരെ മനോഹരമായിരുന്നു എന്ന് പറയുന്നത്, വളരെ നന്നായിരുന്നു എന്ന് പറയുന്നത്. ഉസി ദിൻ സേ ദോനം കി ബീച്ച് വിസിറ്റിംഗ് കാർഡ് കാ ആദാൻ പ്രദാൻ ഹുവാ താ. അങ്ങനെ ആ ദിവസം മുതൽ രണ്ടുപേരും പരസ്പരം വിസിറ്റിംഗ് കാർഡ് കൈമാറി, രുചി ശർമ്മയും സർവേശ് നാരംഗും. मगर दोनों में से किसी को भी परस्पर कोई अदम्य आकर्षण का अनुभव नहीं हुआ. പക്ഷേ എന്നിരുന്നാലും രണ്ടുപേരും തമ്മിൽ പരസ്പരം എന്താ പറയുക, പരസ്പരമുള്ള ആകർഷണമൊന്നും അവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. പരസ്പരം ഒരു അട്രാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. उसको रुचि की व्यंजन विधियों से ज़्यादा उसकी प्रस्तुति ही अच्छी लगी थी. അയാൾക്കാണെങ്കിൽ രുചിയുടെ പാചകവിധിയേക്കാളും കൂടുതലായിട്ട് അവളത് അവതരിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത്. ചാനൽ കാര്യക്രമം की TRP ग्रेड बढ़ने के साथ रुचि पर पैसा बरस रहा था. അപ്പോൾ ചാനൽ പരിപാടിയിൽ ഇവിടെ ഗ്രേഡിങ് കൂടുക കാരണം, അതായത് ഒരുപാട് ആളുകൾ വ്യൂവേഴ്സോട് കൂടി അങ്ങനെ ഗ്രേഡ് വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ രുചിക്ക് ഒരുപാട് പൈസ വരാനായിട്ട് തുടങ്ങി. इसके बाद दोनों ने मोबाइल में SMS या ചാറ്റ് करना शुरू किया. ഇതിന് ശേഷം രണ്ടുപേരും തമ്മിൽ മൊബൈൽ ഫോണിൽ SMS അയക്കാനും ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. दोनों आपस में मिलते रहे और कई शामें घूमते रहे और फिल्म देखने या रेस्टोरेंट जाते रहे. അങ്ങനെ പരസ്പരം അവർ കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു, പരസ്പരം കണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് സന്ധ്യാസമയങ്ങളിലൊക്കെ അവർ കറങ്ങാൻ പോകും, അതുപോലെ സിനിമ കാണാൻ പോവാം, റെസ്റ്റോറൻറ്റിൽ പോയി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ പരസ്പരം കണ്ടുമുട്ടി വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് പിന്നെ ഫോൺ വിളിയായി. രുചിക്കാണെങ്കിൽ രണ്ട് ചാനലിലും ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിക്കുക കാരണം പൈസയും ധാരാളം കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ SMS അയക്കാനും ചാറ്റ് ചെയ്യാനും സന്ധ്യാസമയങ്ങളിൽ ചുറ്റി നടക്കാനും പിന്നെ സിനിമ കാണാനും റെസ്റ്റോറൻറ്റിൽ പോകാനൊക്കെ തുടങ്ങി. ഏക് ദിൻ ദോനോ കഫേ കാഫി ഡേ മേമിൽ. ഒരു ദിവസം രണ്ടുപേരും ഒരു കഫേയിൽ വെച്ച് കണ്ടുമുട്ടാണ്. കഫേ കാഫി ഡേ CCD അവിടെ വെച്ച് കണ്ടുമുട്ടി. കാഫി പീത്തെ സമയം ഉനക്ക് ജീവൻ കൈ പന്നി ഖുലെ. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പരസ്പരയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ തുറന്നു പറയണം. സർവേശ് നാരംഗയ്ക്ക് ഗോച്ചി പത്രകാരത്തെ. സർവേശ് നാരംഗ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിരുന്നു. അതായത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണാത്മകമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു സർവേശ് നാരംഗ. 3 साल पहले സർവേശ് अपनी पहली पत्नी मंजीत से मुक्त हो चुका था. 3 വർഷം മുൻപ് സർവേശ് നാരംഗ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ മഞ്ജീത്തിൽ നിന്ന് വിവാഹമോചനം നേടിയിരുന്നു. പത്നി അമൃത്സറിലെ ടെലിഫോൺ വിഭാഗമേ കാം കർത്തി തി. ഭാര്യയാണെങ്കിൽ അമൃത്സറിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഗവൺമെൻറ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉൻകാ 17 साल का पुत्र അംശ് മാം കെ സാത്ത് രഹ്താ ഹെ. അദ്ദേഹത്തിൻ്റെ 17 വയസ്സ് പ്രായമുള്ള മകൻ അംശ് എന്നാണ് പേര്. അവൻ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്, മഞ്ജിത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. സർവേശ് की मां बीजी बेटे की फिक्र में होशियारपुर का अपना बड़ा घर छोड़कर यहाँ बली मुंबई के पुत्र के 2 कमरे वाले फ्लैट में रहती है. ഇനി ഇവിടെ വിവാഹമോചനം കഴിഞ്ഞപ്പോൾ മോൻ ഭാര്യയുടെ കൂടെ മഞ്ജിത്തിൻ്റെ കൂടെയാണ് ജീവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോൾ സർവേശിൻ്റെ അമ്മ ബീജി ബേട്ടയ്ക്ക് ഫിക്രമേ, അതായത് മകനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഹോഷിയാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബോംബെയിൽ വന്ന് ഈ മകൻ്റെ 2 റൂമുള്ള ഈ ഫ്ലാറ്റിൽ വന്നിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. നാരംഗ് അപ്പനെ ജീവൻ മേ കാം കോ പ്രഥം സ്ഥാൻ ദേത്താ താ. നാരംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിരുന്നത് ജോലിയുടെ കാര്യത്തിനായിരുന്നു. പൂരെ ഹഫ്തമേ കാം കർത്താ താ, അതായത് ആഴ്ച മുഴുവനായിട്ടും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഖോജി പത്രകാരായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിരുന്നു. കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നത് ജോലിക്കാണ് കൊടുത്തിരുന്നത്. രുചി का पहला विवाह प्रभाकर शर्मा से बिना उसकी सहमति से हुआ था.
ഈ രുചി ശർമ്മയുടെ ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് പ്രഭാകർ ശർമ്മയുമായിട്ടാണ്. ബിന ഉസ്കി സഹമതി സെ. അപ്പോൾ രുചി ശർമ്മയുടെ സമ്മതത്തോടു കൂടി അല്ലാതെ തന്നെയാണ് ആ വിവാഹം നടത്തിയിരുന്നത്. ജബ് വഹ് എം എ കർ രഹി തി. ആ സമയത്ത് എം എ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉസ്കാ പതി ഗമണ്ടി അവർ ദുരാചാരി വ്യക്തി താ. അവരുടെ ഭർത്താവ് വളരെ അഹങ്കാരിയായിരുന്നു, അതുപോലെ തന്നെ ദുരാചാരിയായ, അതായത് നല്ല സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് പറയുന്നത്. ബേട്ട ഗഗൻ ബി ഉദ്ദണ്ഡിത. മോൻ അതുപോലെ തന്നെ ചിത്ത സ്വഭാവക്കാരനായിരുന്നു. ജൽദി ഹി യേ സംബന്ധ ടൂട്ട് ഖയ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരുടെ ബന്ധം അവിടെ തകർന്നു എന്ന് പറയുന്നത്, വിവാഹബന്ധം തകർന്നു. ബഡി മുഷ്കിൽ സേ എം എ പൂരി കർക്കെ പാ കലാ കെ ക്ഷേത്രമേ പहुँच गई. അങ്ങനെ ഒരു വിധത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് എം എ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പാചകകലയുടെ മേഖലയിലേക്ക് രുചി ശർമ്മ എത്തിച്ചേരാണ്. രുചിനെ സർവേശ് സേ यह नहीं कहा था कि पहली शादी से उसे एक बेटा भी है जो पिता के साथ रहता है. ഇവിടെ ഈ സമയത്ത് കണ്ടുമുട്ടുന്ന സമയത്തൊന്നും രുചി ശർമ്മ സർവേശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ പഹലി ഷാദി സേ ഉസേക്ക് ബേട്ട ബി ഹെ. അതായത് ആദ്യ വിവാഹത്തിലെ ഒരു മകനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും സർവേശിനോട് രുചി ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രഭാകർ ശർമ്മനെ ദൂസരി ഷാദി നഹീ കീ തി. പ്രഭാകർ ശർമ്മ രണ്ടാം വിവാഹമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉസ്നെ ഷാദിക്ക് കോയി മഹത്വം നഹീ ദിയാ താ. അദ്ദേഹം വിവാഹത്തിന് വലിയ മഹത്വമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗഗൻ ബച്പൻ സേ ഹി ബഡ നട്ഖട്ത. അതായത് ചെറുപ്പം തൊട്ട് തന്നെ ഒരു കുറുമ്പനായിരുന്നു, വികൃതിയായിരുന്നു, താന്തോന്നിയായിരുന്നു. കിസി കാ കഹന ന മാന്ന, ഉൾട്ടെ ജവാബ് ദേന, ദോസ്തോം സേ മാർപീറ്റ് കർന, झूठ बोलना, ये सब 5 साल से ही शुरू कर दिए थे. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ അവൻ അനുസരണക്കേട് കാണിക്കുന്ന അല്ലെങ്കിൽ താന്തോന്നിയായ ഒരു കുട്ടിയായിട്ടാണ് അവൻ വളരുന്നതെന്നാണ് പറയുന്നത്. അതായത് ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ല, പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് മറുപടി പറയുക, നമ്മൾ തറുതല പറയുന്ന പോലെ. അതുപോലെ തന്നെ ദോസ്തം കൂട്ടുകാരുമായിട്ട് അടിപിടി കൂടുക, നുണ പറയുക, ഇതെല്ലാം 5 വയസ്സ് തൊട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. एक कक्षा में 2 साल पढ़कर किसी तरह पास होता. ഓരോ ക്ലാസ്സിൽ ഈ 2 വർഷം പഠിച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് അത് അയാൾ പാസ്സായത്, ആ കുട്ടി പാസ്സായതെന്ന് പറയുന്നത്. പിതാക്കോ വഹ മാൻ ലേത്ത പർ മാതാജിക്ക് ഹർ സേ കുസേ ബുരി ലക്തി. അച്ഛൻ പറയുന്നത് അനുസരിക്കുമായിരുന്നു, പക്ഷെ അമ്മ പറയുന്നത് ഒന്നും തന്നെ അത് അവൻ ചീത്ത രീതിയിലാണ് എടുത്തിരുന്നത്. അമ്മ പഠിപ്പിക്കുന്നതൊന്നും അവൻ അംഗീകരിച്ചിരുന്നില്ല. ഹാലാത് സേ തങ് ആക്കർ രുചിനെ പതി പുത്രക്കോ ചോദിയ. അപ്പോൾ ഈ കണ്ടീഷൻ, അതായത് ഈ അവസ്ഥയിൽ വളരെ മോശമായി തോന്നിയതുകൊണ്ട് രുചി ഭർത്താവും മകനുമായിട്ടുള്ള മകനെ ഉപേക്ഷിക്കുകയാണ്, ആ ബന്ധം അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവാണ്. ഉസ്നെ ഗഗൻ കോ സാത്ത് നഹീ ലിയ. അപ്പോൾ അവൾ ഗഗനെ സാത്ത് നഹീ ലിയ, കൂടെ കൊണ്ടുപോകുന്നില്ല, അച്ഛൻ്റെ കൂടെ നിർത്തുകയാണ്. പ്രഭാകർ കെ ബഡേ ഭായി ദിൻകറിനെ രുചി കോ സംസാനിക്ക് കോശിഷ് കി. പ്രഭാകറിൻ്റെ മൂത്ത സഹോദരൻ ദിൻകർ രുചിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. മകർ കോയി ഫായദ നഹി ഹുവ. പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത്. ജബ് ഗഗൻ കി ജേബ് ഗാലി ഹോത്തി ഹേ തോ വഹ് മാം സെ പൈസ മാങ് ലേത്ത. ഇനി ഗഗൻ്റെ പോക്കറ്റ് കാലി കഴിഞ്ഞാൽ അവൻ അമ്മയുടെ അടുത്താണ് പൈസ ചോദിക്കുക. ബേട്ട മാം കോ കേവൽ ATM മാനത്താ ഹേ. ഇവിടെ മോൻ അമ്മയൊരു ATM ആയിട്ടാണ് കണക്കാക്കുന്നത്. ജൂട്ട് ബോൽക്കർ മാം സെ പൈസ വസൂൽ കർണ ഉസ്കാ വിചിത്ര സ്വഭാവത്ത. അതായത് നുണ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു വിചിത്ര സ്വഭാവമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ജിജ്ഞാസ സിംഗ് और ദാമിനി പിള്ളെ രുചി കി 2 സഹേലിയാൻ തി. ഇനി ജിജ്ഞാസ സിംഗ് അതുപോലെ ദാമിനി പിള്ളയും രുചി ശർമ്മയുടെ 2 കൂട്ടുകാരികളായിരുന്നു. ഏക് ദിൻ അചാനക് വേ ദോനോ രുചി കെ ഘർ ആയി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് 2 പേരും രുചിയുടെ വീട്ടിലേക്ക് വരികയാണ്. ജിജ്ഞാസ സിംഗ് മോഡൽ और ദാമിനി പിള്ളെ നർത്തകീത്. ജിജ്ഞാസ സിംഗ് ഒരു മോഡലായിരുന്നു, ദാമിനി പിള്ളയാണെങ്കിൽ ഒരു നർത്തകിയായിരുന്നു. ഇത്തവാർ ഹോനയ്ക്ക് വജസെ രുചി അലസായി ഹുയി ബിസ്തർമേ പഠിത്തി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് രുചി വളരെ അലസതയോടെ കിടക്കയിലാണ് കിടക്കുകയാണ്. തബി സർവേഷ് കാ മെസ്സേജ് ആ സമയത്താണ് സർവേഷിൻ്റെ മെസ്സേജ് വന്നത്. 6 വേ തീനോ CCD മേ പഹുഞ്ചി. അങ്ങനെ അവർ നമ്മുടെ കഫേയിൽ, CCD എന്ന് പറയുന്ന കഫേ, ആ കഫേയിൽ അവർ 3 പേരും എത്തിച്ചേർന്നു. നമ്മുടെ രുചി ശർമ്മയും അവരുടെ കൂട്ടുകാരികളായ ജിജ്ഞാസ സിംഗ് ദാമിനി പിള്ളയും കൂടിയിട്ട് സർവേഷിൻ്റെ മെസ്സേജ് വന്നപ്പോൾ അവിടേക്ക് കഫേയിലേക്ക് എത്തിച്ചേരാണ്.
നാശ്തെ കെ ബാദ് രുചി കി മിത്ര വഹാം സെ ചലികി. അത് ഭക്ഷണത്തിന് ശേഷം രുചിയുടെ കൂട്ടുകാരൊക്കെ അവിടുന്ന് പോയി. ദോസ്തി ഓർ സംബന്ധ കെ ബാരെ മേ ദോനോ രുചി സർവേഷ് കെ ബീച്ച് ബാത്തേ ഹുയി തി. അപ്പോൾ കൂട്ടുകെട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ റിലേഷൻസിനെ കുറിച്ചൊക്കെ രണ്ടുപേരും തമ്മിൽ, രുചിയും സർവേഷും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സർവേഷ് ने सिगरेट के कस लेकर कहा मुझे अतीत जीवियों से चिढ़ है. അപ്പോൾ സർവേഷ് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പറയണ എനിക്ക് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആ കാര്യങ്ങളോടൊക്കെ എനിക്ക് വളരെയധികം ദേഷ്യമെന്ന് പറയുന്നുണ്ട്. മേ ജീനെ വാല ഇൻസാൻ ഹും, ഞാൻ ഇന്ന് ജീവിക്കുന്നൊരു മനുഷ്യനാണ്, അതായത് പഴയ കാലത്തെക്കുറിച്ചൊന്നും ആഗ്രഹമില്ല എന്ന് പറയണം അറിയാനായിട്ട്. രുചി തും മുझे പസന്ത് ഹോ ക്യോംകി തും മേരാ വർത്തമാൻ ഹോ. രുചി തും മുझे പസന്ത് ഹോ, നിനക്ക് എന്നെ ഇഷ്ടമാണോ, ക്യോംകി തും മേരാ വർത്തമാൻ ഹോ, നീ എൻ്റെ ഇന്നത്തെ, അതായത് പ്രസൻറ്റ്, ആജ്കൽ എങ്ങനെയാണ്, അതായത് ആജ്മേ ജീനവാല മനുഷ്യ ഹേ സർവേശ്, ഇവിടെ ഇന്നത്തേക്ക് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ രുചി ഇന്നത്തെ, അതായത് മേര വർത്തമാൻ ഹോ എന്ന് പറയുന്നത് രുചിയെ പറയുന്നത്. അതീതേക്ക് മരാ ഹുവ ബോജ് ഹേ, അതായത് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് മരിച്ചു പോയിട്ടുള്ളൊരു ഭാരമായിട്ടാണ് പറയുന്നത്, കഴിഞ്ഞു പോയത്. ഇസ്കെ ബാദ് കൈ ദിനോ തക് ദോനോ കെ ബീച്ച് കോയി സമ്പർക്ക് നരഹ. ഇതിനുശേഷം കുറേ ദിവസങ്ങളോളം രണ്ടുപേരും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായില്ല. एक दिन सर्वेश का एक मैसेज आया कि ज़्यादा ड्रग्स लेने की वजह से अंश की मृत्यु हुई. അങ്ങനെ ഒരു ദിവസം സർവേഷിൻ്റെ മെസ്സേജ് വരികയാണ്, അതായത് വളരെയധികം അളവിൽ ഡ്രഗ്സ് ഉപയോഗിച്ചതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് അംശ അവിടെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അംശ ഭാര്യയുടെ കൂടെ, സർവേഷിൻ്റെ ഭാര്യയായ മഞ്ജിത്തിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. ആവശ്യത്തിനുള്ള പൈസ കൊടുത്ത് ഗവൺമെൻറ് ജോലിയായിരുന്നു, അപ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടിയിരുന്നു. അങ്ങനെ അവൻ താൻ തോന്നിയായി നടന്ന് ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് അവൻ്റെ മരണം അവിടെ നടന്നു. സർവേഷ് കെ ബേട്ടെ കി മൗത്തിനെ രുചി കോ അപ്പനെ ബേട്ടെ ഗഗൻ കി യാദ് സേ ജോഡ് ദിയ. അങ്ങനെ സർവേഷിൻ്റെ മകൻ്റെ മരണം, ആ മരണം രുചിക്ക് അപ്പനെ ബേട്ടെ ഗഗൻ കി യാദ് സേ, അതായത് സ്വന്തം മകനായ ഗഗനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഈ അംശിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ഗഗനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. സർവേഷ് കാ ബേട്ട അംശ് അപ്പനി മാം കെ സാത്ത് രഹതാ താ. സർവേഷിൻ്റെ മകൻ അംശ് സ്വന്തം അമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. മഗർ ഉൻകെ ബേട്ടെ ഗഗൻ ക സഹാര അപ്പനെ സമസ്യഗ്രസ്ത ദുരാചാരി പിതാക്കാത. പക്ഷേ സ്വന്തം മോനായ ഗഗൻ ആശ്രയിച്ചിരുന്നത് അച്ഛൻ, ദുരാചാരിയായിട്ടുള്ള അച്ഛൻ്റെ കൂടെയാണ് അവൻ ജീവിച്ചിരുന്നത്. രുചി കോ ഇസ് ബാത്ത് കാ ദുഃഖ് ഹുവാ കി ഗഗൻ കെ പാസ് മാം കാ സഹാര നഹി. രുചിക്ക് ഈ കാര്യത്തിൽ വളരെ ദുഃഖമുണ്ടായി, കാരണം ഗഗന് അമ്മയുടെ സഹായം ഇല്ലാതെയാണ് ജീവിക്കുന്നത്. അംശാണെങ്കിൽ അമ്മയുടെ കൂടെയാണ് ജീവിച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് മരിച്ചു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, അച്ഛനാണെങ്കിൽ തോന്നിയ പോലെ ജീവിക്കുന്ന ആളാണ്, അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അവനും മോശമായ അവസ്ഥയിലേക്ക് എത്താണ്. രുചിക്കോ ഇത്തന ഇസ് ബാത്ത് കാ ദുഃഖ് ഹുവാക്കി ഗഗൻ കെ പാസ് മാം കാ സഹാരാനി. ഗഗൻ്റെ അടുത്ത് അമ്മയില്ല എന്നുള്ള കാര്യത്തിൽ ദുഃഖം ഉണ്ടായിരുന്നു. ഗഗൻ്റെ അമ്മ എന്ന് പറയുന്നത് രുചി ശർമ്മയാണ്. രുചി को याद आया कि जब गगन 4 साल का था तब प्रभाकर ने उसे विस्की पिलाने की कोशिश की थी. ആ സമയത്ത് രുചിക്ക് ഓർമ്മ വരികയാണ്, ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, 4 വയസ്സേ ഗഗൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രഭാകർ അവനെ വിസ്കി കുടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു, ടേസ്റ്റ് നോക്കാനൊക്കെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. തോ രുചിക്ക് സമയോചിത ദക്കൽ സേ വഹ് ബച്ച് ഗയ. രുചിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഏക് ദിൻ സ്കൂൾ से लौटते वक्त उसके टेलीफोन बॉक्स से सिगरेट के ടോട്ടെ മിലെ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അവൻ്റെ ടിഫിൻ ബോക്സിൽ നിന്ന് സിഗരറ്റിൻ്റെ ഒരു കുറ്റി കിട്ടുകയാണ്. രുചിനെ ഉസേ ബോത്ത് ഡാണ്ട ആർ സംസായത്ത. രുചി അവനെ ശകാരിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. एक दिन स्कूल बस के छूटने की वजह से रुचि बेटे को स्कूल छोड़ने के बाद घर पहुंचा तो नौकरानी സരിതാബായി ബാഹർ ഖടി थी. അങ്ങനെ ഒരു ദിവസം സ്കൂൾ ബസ് പോയി, വൈകിയതുകൊണ്ട് സ്കൂൾ ബസ് പോയി. അങ്ങനെ രുചി മോനെ സ്കൂളിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ വേലക്കാരി അവിടെ പുറത്ത്, സരിതാബായി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം പൂച്ചാത്തോ ബായിനെ കഹാക്കി പ്രഭാകർ ഉസ്കെ സാത്ത് ബുരാ വ്യവഹാർ കിയ. കാരണം ചോദിച്ചപ്പോൾ സരിതാബായി പറഞ്ഞു, പ്രഭാകർ അവളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറയണം. ഇസ്ലീവ് ഗർ ചോഡ്കർ ജാ രഹി ഹെ. അങ്ങനെ അവരെ വീട് ഉപേക്ഷിച്ച് പോവാണ്. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോവുകയാണ്. ഇസ് ഘടനാക്കെ ബാദ് രുചി പതി സേ ചിട്കർ അപ്പനെ മാം ബാപ് കെ ഗർ പഹുഞ്ചി. ഈ സംഭവത്തിന് ശേഷം രുചി ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവർ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ബാദ് മേ പ്രഭാകർ സേ രുചിക്ക് കാനൂനി തലാഖ് ഹോ ഗയ. പിന്നീട് പ്രഭാകറുമായിട്ട് രുചി ശർമ്മയുടെ ഡൈവോഴ്സ് അവിടെ നടക്കുകയാണ്.
വിവാഹമോചനം നടന്നു. ലെകിൻ ഗഗൻ കാ പർവാരിഷ് പിതാക്കോ ദിയാത്ത. പക്ഷേ ഗഗൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവിടെ അച്ഛനാണ് കൊടുത്തത്. അച്ഛനാണ് ഗഗനെ നോക്കുന്നത്. അന്തമേ അപ്പനെ ഏകാന്തത സെ ബച്ചനെ കെ ലിയെ വഹ പാകകലാ കെ ക്ഷേത്രമേ ആ പഹുഞ്ചി. അവസാനം അവളുടെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ഒറ്റക്കായ അവസ്ഥയിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പാചകകലയുടെ മേഖലയിലേക്ക് രുചി ശർമ്മ തിരിഞ്ഞു. അവിടേക്ക് എത്തിച്ചേരാനുള്ള കാരണം അതാണ്. അവിടെ ഒറ്റപ്പെട്ടു പോയി. വിവാഹമോചനം നടന്നു, അച്ഛൻ്റെ കൂടെ മകൻ പോയി. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവളെ പാചകകലയുടെ മേഖലയിലേക്ക് തിരിയാണ്. മാം ബാപ്പ് കെ മർനെ കെ ബാദ് ഉസ്നെ മുംബൈ കെ വിക്ടോറിയ കെ ഓഷിവാര ഫ്ലാറ്റ് पर रखना शुरू किया. അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ബോംബെയിലെ വിക്ടോറിയ എന്ന സ്ഥലത്ത് ഓഷിവര എന്ന് പറയുന്ന ഫ്ലാറ്റിൽ ഒരു രുചി ശർമ്മ താമസിക്കാനായിട്ട് ആരംഭിച്ചു. ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, അംശൻ്റെ മരണശേഷം എന്താ ഉണ്ടാവുന്നത്, ഇവർ വീണ്ടും കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ തുടങ്ങിയൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.